പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആഘോഷങ്ങളെല്ലാം തന്നെ സന്തോഷിക്കാനുള്ളതല്ലേ, അല്ലാതെ പക വീട്ടാനോ വിദ്വേഷം വിതയ്ക്കാനോ ഉള്ള ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണന്റെ മുന്നിൽ നോൺ വെജ് ഭക്ഷണം വെച്ചൊരു പരസ്യം ഒരു മന്തിക്കടയുടെ ഉടമ ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ വളരെ എന്താ പറയുന്നത്, മലയാളികൾ ഉറക്കെ പിടിക്കുന്ന ഒരു മതസൗഹാർദ്ദവും അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ നിലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഒരു കാര്യം എനിക്ക് ഈ കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ. കാരണം ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും എല്ലാവരും മലയാളികൾ എല്ലാവരും തന്നെ പരസ്പര ബഹുമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിശ്വസുകൾ കൈമാറുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ എങ്കിലും ഒരു കാര്യം, 1-2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. കാരണം ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു വിദ്വേഷം പടർത്തുന്ന ഒരു ചെറിയൊരു തെറ്റിന്റെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ പേരിലോ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പന്തലിക്കുന്ന വർഗീയ പരാമർശങ്ങൾ ഈ അടുത്തിടെയായിട്ട് ഏറെ കൂടുതലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. വളരെ വേദനയോടു കൂടിയാണ് നിങ്ങളോട് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കുന്നത്. അതായത് അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റിന്റെ പേരിലോ ഒരു സമയത്ത് അശ്രദ്ധ കൊണ്ട് പറ്റിപ്പോകുന്ന ഒരു തെറ്റിന്റെ പേരിലോ അത് മാപ്പ് പറഞ്ഞതിന് ശേഷവും അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞതിന് ശേഷവും അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതിന് ശേഷവും എന്തിനാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വിദ്വേഷം പകർത്തുന്ന രീതിയിലുള്ള കമന്റുകൾ ഇടുന്നത്? വളരെ വേദനയോടെ എന്റെ ഹിന്ദു മുസ്ലിം സഹോദരങ്ങളോടാണ് ഞാൻ ഈ പറയുന്നത്. എന്തിനാണ് എന്തെങ്കിലും നമ്മൾക്ക് വലിയ പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റോ കമന്റോ കണ്ടു കഴിഞ്ഞാൽ ദയവായി അതിന് പ്രതികരിക്കാതിരിക്കതല്ലേ നമ്മുടെ ഒരു പക്വത എന്ന് പറയുന്നത്? അതല്ലേ പരസ്പരമുള്ളൊരു ബഹുമാനം എന്ന് പറയുന്നത്? അതല്ലേ നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? അറിയാതെ പറ്റിപ്പോയത് ഒരു തെറ്റ്, അല്ലെങ്കിൽ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു, നിയമ നടപടികൾ കേസെടുത്തു കഴിഞ്ഞു, ആ ചെയ്ത പുള്ളി അതിന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എയോടോ ഇപ്പം അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ, ഈ ഒരു വിഷുവായിട്ട് ബന്ധപ്പെട്ട ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു മന്തിക്കടയ്ക്ക് അനുകൂലമായ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടാകുക. പുള്ളി അത് മുന്നും പിന്നും നോക്കാതെ എടുത്ത് പോസ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അത് എങ്ങനെയാണോ എക്സ് ഓർ വൈ, എനിക്കതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ എങ്കിലും മാപ്പ് പറയാൻ കാണിച്ച മനസ്സിനെ നമ്മൾ തീർച്ചയായും അംഗീകരിക്കണം. കാരണം അബദ്ധം പറ്റിയത് കൊണ്ടാണ് മാപ്പ് പറഞ്ഞത്. ഒരിക്കലും മറ്റൊരു മതത്തെ വിദ്വേഷപരമായി കാണാൻ ശ്രമിച്ച ഒരാള് അത്ര പെട്ടെന്ന് കയറി മാപ്പ് പറയുമെന്നോ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറയുമെന്നോ എനിക്ക് തോന്നുന്നില്ല. ഞാനത് പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പന്നി ഫ്രൈ എടുത്തു വെച്ചിട്ട് എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര പോസ്റ്ററുകളും, അതുപോലെ തന്നെ പെരുന്നാളിന് മുഹമ്മദ് നബിയുടെ ഫോട്ടോയുടെ അടുത്ത് പോർക്ക് ഫ്രൈ വെച്ചതിന് ശേഷമുള്ള ഫോട്ടോകളും ഇട്ട് തരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങിയ പരസ്പരം ഇങ്ങനെ ചെളിവാരി എറിയുന്ന വിദ്വേഷ പരാമർശങ്ങൾ ദയവായിട്ട് എന്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ അവസാനിക്കണം. സോഷ്യൽ മീഡിയയിലുള്ള ഹിന്ദു മുസ്ലിം സുഹൃത്തുക്കൾ അവസാനിപ്പിക്കണം. അതുപോലെ ഒരു പന്നി ഫ്രൈ ഇങ്ങനെ ഇരുന്ന് ചെറിയ പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് ദയവായിട്ട് കമന്റ് ഇടുന്ന മുസ്ലിം സഹോദരങ്ങളെ, അയാളുടെ എന്താ പറയുക സന്തോഷം അല്ലെങ്കിൽ ആ ഈദ് അയാൾ അങ്ങനെ ആശംസ വെച്ചോട്ടെ. ആ ആശംസ വെച്ചതിന്റെ പേരിൽ നമ്മുടെ ആരുടെയും വിശ്വാസമൊന്നും തകർന്നു പോകാൻ പോകുന്നില്ല. നിങ്ങൾ അതിന്റെ അടിയിൽ വന്ന് വീണ്ടും അതിനെതിരെ മോശം കമന്റുകൾ എന്തിനാണ് ഇടുന്നത്? 2 കൂട്ടരുടെ ഭാഗത്തും മിസ്റ്റേക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കൂട്ടരും പരസ്പരം ചെളിവാരി എറിയുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധം സംഭവിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം പെട്ടെന്ന് അശ്രദ്ധ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം, ഒരു അശ്രദ്ധയുടെ പേരിലോ എന്തിനാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റുകൾ ഇട്ടും പോസ്റ്റുകൾ ഇട്ടും പരസ്പരം ചെളിവാരി എറിയുന്നത്? മുസ്ലിം സഹോദരങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു പന്നി ഫ്രൈ വെച്ചിട്ട് അവരെ ചെറിയ പെരുന്നാൾ ആശംസകൾ എഴുതിയാൽ നിങ്ങളുടെ ഏത് വിശ്വാസമാണ് അവിടെ നഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ എന്ത് മതമാണ് അവിടെ പുറത്തു പോകുന്നത്? അത് പറഞ്ഞ് അതിൽ ആശ്വാസം കണ്ടെത്തുന്നവർ കണ്ടെത്തട്ടെ. നിങ്ങൾ എന്തിനാണ് വീണ്ടും അതിന്റെ അടിയിൽ വന്ന് വെറുതെ നെഗറ്റീവ് കമന്റുകൾ ഇടാൻ പോകുന്നത്? അതുപോലെ തന്നെ എന്റെ ഹിന്ദു സഹോദരങ്ങളോട്, അയാളുടെ മന്തിക്കിടയ്ക്ക് വിഷു ആശംസ നേരാൻ വേണ്ടി വന്നപ്പോൾ കുഴിമന്തിയുടെ പടം വെച്ചിട്ട് അവിടെ ശ്രീകൃഷ്ണന്റെ പടവും കൂടെ വെച്ചു.
തെറ്റാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ പുരാണങ്ങളിലേക്കൊന്നും ഒരുപാട് കടക്കുന്നില്ല. പക്ഷെ അത് പുരാണങ്ങളിലേക്ക് ഒരുപാട് കടന്നു കഴിഞ്ഞാൽ നോൺ വെജ് കഴിച്ചിട്ടുള്ളതായിട്ടുള്ള അറിവുകളൊക്കെ നമ്മൾ അവിടെ പറയേണ്ടി വരും. പക്ഷെ ഒരിക്കലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു പൂജ നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു വിഷുവിനോ ഒന്നും മാംസാഹാരം ആരും കഴിക്കാറില്ല. നിങ്ങളുടെ വിശ്വാസത്തെ 100% ബഹുമാനിക്കുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷെ ആ ഒരു അശ്രദ്ധയാണ് അദ്ദേഹത്തിന്റെ കടയുടെ ഒരു പരസ്യത്തിന് വിഷു ആശംസ നേർന്നപ്പോൾ അവിടെ ഒരു അശ്രദ്ധ സംഭവിച്ചതാണ്. ദയവായി എല്ലാവരും മനസ്സിലാക്കൂ. ആ അശ്രദ്ധയുടെ പേരിൽ മാപ്പ് പറഞ്ഞു. പക്ഷെ കേസ് എടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് അത് മുന്നോട്ട് പോകട്ടെ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ, സത്യം പറയുക, കേരളം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദയവായിട്ട് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരോടും പറയുകയാണ്, ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വേണം. ഒന്നാമത് ഒരു ചെറിയ തീപ്പൊരി പന്തി കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തില്. പ്രത്യേകിച്ച് മതപരമായ പരാമർശങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം. മതപരമായ പരാമർശങ്ങൾക്കും മതത്തെ വിദ്വേഷം പറയുന്നതിനും മതപരമായ കാര്യങ്ങൾക്കുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളതും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോസിറ്റീവ് കമന്റുകൾ വരുന്നതും. പോസിറ്റീവ് കുറവാണ്, നെഗറ്റീവ് കമന്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊട്ടണ്ട. ദയവായിട്ട് എന്റെ ഹിന്ദു മുസ്ലിം സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വളരെ അഭിമാനത്തോട് കൂടി പറയുന്ന നമ്മുടെ സൗഹാർദ്ദമൊന്നും ഈ ഒരു വിഷു ആശംസയുടെ പേരിൽ നശിക്കരുത്. നിങ്ങൾ പോർക്ക് ഫ്രൈ വെച്ച് പെരുന്നാൾ ആശംസകൾ നേർന്ന് നിങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രതികാരം ചെയ്ത ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ ശരി, 100% നിങ്ങളൊരു 5 ഫോട്ടോയും കൂടെ വേണമെങ്കിലും വെച്ചോളൂ. അത് ദയവായിട്ട് എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ ഇനി അതിനടിയിൽ പോയി വിദ്വേഷ കമന്റുകൾ ഇടണ്ട. നിങ്ങൾ പരസ്പരം ദയവായിട്ട് ഈ ഒരു ചർച്ച തന്നെ ഇവിടെ നിർത്തൂ. തെറ്റ് ചെയ്ത് ആൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായിട്ട് ഈ ചർച്ച ഇവിടെ നിർത്തൂ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തൊരു പിക്ചർ ആയാലും എന്തൊരു സെന്റൻസ് ആയാലും അല്ലെങ്കിൽ ഏതൊരു വീഡിയോ ആയാലും ഏതൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലായാലും നമ്മൾ ആ വീഡിയോ ഒരു 2-3 ആവർത്തി കേട്ട് അല്ലെങ്കിൽ ഒരു 2-3 ആവർത്തി നോക്കി അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സെന്റൻസ് അതിലുണ്ടോ, ഒരു വ്യക്തിയെ നമ്മൾ മോശം പറയുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ, ദയവ് ചെയ്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ അടയാളമാണ് മറ്റൊരാളെ ബഹുമാനിച്ചും റെസ്പെക്ട് ചെയ്തും അവരുടെ ആശയങ്ങളെ മാത്രം വിമർശിച്ചുകൊണ്ട് മാത്രം പോസ്റ്റ് ഇടുന്നത്. അതിപ്പോ കാണാനില്ല, വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവായി നിങ്ങൾ ഈ ചർച്ച ഇവിടെ നിർത്തൂ. നമ്മുടെ സൗഹാർദ്ദം ഇങ്ങനെ തന്നെ പോട്ടെ. എന്തായാലും വിദ്വേഷമല്ല, പരസ്പരം വിദ്വേഷം വിതയ്ക്കാനല്ല ഒരു ആഘോഷവും. എല്ലാ ആഘോഷങ്ങളും പരസ്പരം സ്നേഹിക്കാനാണ്, വിദ്വേഷം വിതയ്ക്കാനല്ല എന്ന് മാത്രം വളരെ വേദനയോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക്